രാജ്യവ്യാപകമായി പ്രഖ്യാപിച്ച ട്രക്ക് സമരം പിൻവലിച്ചു. തൊഴിലാളികളുമായി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് തീരുമാനം. വാഹനാപകടങ്ങൾക്ക് ശിക്ഷ കടുപ്പിക്കുന്ന നിയമനിർമ്മാണത്തിനെതിരെയായിരുന്നു പ്രതിഷേധം. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. തൗഫീഖ്, ഈ വാഹനാപകടങ്ങൾക്ക് ശിക്ഷ കടുപ്പിക്കുന്ന നിയമനിർമ്മാണത്തിനെതിരെയായിരുന്നല്ലോ ഈ ട്രക്ക് ഡ്രൈവർമാരുടെ പ്രതിഷേധം. ഇതിപ്പോൾ ചർച്ചയിൽ എന്ത് തീരുമാനമാണായത്? എന്തിന്റെ ഉറപ്പിലാണ് ഇപ്പോൾ ട്രക്ക് ഡ്രൈവർമാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്? അമൃത, ട്രക്ക് ഡ്രൈവർമാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന ഉറപ്പിന്മേലാണ് ഇപ്പോൾ ചർച്ച വിജയം കാണുകയും സമരം പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നത്. ആഭ്യന്തര സെക്രട്ടറി അജയ് ബെല്ലയുടെ അധ്യക്ഷതയിലായിരുന്നു ഈ ചർച്ച നടത്തിയത്. ചർച്ചക്കൊടുവിലാണ് ഇപ്പോൾ സമരം പിൻവലിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 2 മണിക്കൂർ മേലെ ഈ ചർച്ച നീളുകയും ചെയ്തിരുന്നു. വാഹനാപകടങ്ങൾക്ക് ശിക്ഷ കടുപ്പിക്കുന്ന നിയമനിർമ്മാണത്തിനെതിരെയായിരുന്നു ട്രക്ക് ഡ്രൈവർമാരുടെ രാജ്യവ്യാപക പ്രതിഷേധം നടന്നിരുന്നത്. വാഹനം അപകടത്തിൽപ്പെട്ടാൽ നിർത്താതെ പോവുകയും പോലീസിൽ അറിയിക്കാതിരിക്കുകയും ഗുരുതര കുറ്റമായാണ് ഭാരതീയ ന്യായ സംഹിത നിർവചിക്കുന്നത്. ഇതിനെതിരെയായിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നത്. ഇതിന് 10 വർഷം വരെ തടവും 7 ലക്ഷം രൂപ പിഴയും ഈടാക്കുന്ന നിയമനിർമ്മാണത്തിനെതിരെയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ട്രക്ക് ഡ്രൈവർമാർ പ്രതിഷേധിച്ചത്. മഹാരാഷ്ട്ര, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ഇന്ധന വിതരണത്തെ ഈ സമരം കാര്യമായി ബാധിക്കുകയും ചെയ്തിരുന്നു. തൊഴിലാളികൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എത്രയും വേഗം പരിഹരിച്ചത് അംഗീകരിക്കാമെന്നുള്ള ഒരു ഉറപ്പ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകിയതായിട്ടാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സമരം പിൻവലിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വിവിധ മോട്ടോർ അസോസിയേഷൻ അംഗങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. തൊഴിലാളികളുമായി ചർച്ച നടത്താത്തതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.